എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കർക്കിടക മാസം 1 വെള്ളിയാഴ്ച, രാമായണ മാസം ആരംഭം കുറിക്കുകയാണ്. ഇതിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം രാമായണ പാരായണത്തിൻ്റെ ഒരു ദിവസത്തെ അർത്ഥങ്ങൾ മാത്രമാണ് ഇതിലൂടെ വിശദീകരിക്കുന്നത്. ഒന്നാം ദിവസം 5 ഭാഗങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. രാമായണ പാരായണത്തിൻ്റെ ഒന്നാം ഭാഗം സാധാരണയായി ബാലകാണ്ഡത്തിൻ്റെ ആരംഭ ഭാഗമാണ്. ഇതിൽ ശ്രീരാമൻ്റെ അവതാരത്തിൻ്റെ പശ്ചാത്തലവും ധർമ്മത്തിൻ്റെ മഹത്വവും വിവരിക്കുന്നു. ഒന്നാം ഭാഗം മംഗളാചരണം. രാമായണ പാരായണത്തിൻ്റെ തുടക്കത്തിൽ ശ്രീ ഗണപതി, സരസ്വതി ദേവി, മഹാവിഷ്ണു, ശ്രീരാമൻ, സീതാദേവി, ഹനുമാൻ എന്നിവരെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ രാമായണ പാരായണം തടസ്സമില്ലാതെ പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാം ഭാഗം വാൽമീകി മഹർഷിയുടെ ചോദ്യം. വാൽമീകി മഹർഷി നാരദ മഹർഷിയോട് ചോദിക്കുന്നു, ഈ ലോകത്ത് എല്ലാ സദ്ഗുണങ്ങളും ഒരുമിച്ചിട്ടുള്ള സത്യസന്ധനും ധർമ്മിഷ്ഠനും പരാക്രമശാലിയുമായ മനുഷ്യൻ ആരാണ്? ഈ ചോദ്യത്തിന് മറുപടിയായി നാരദൻ ശ്രീരാമൻ്റെ ജീവിതകഥ സംക്ഷിപ്തമായി വിവരിക്കുന്നു. മൂന്നാം ഭാഗം ശ്രീരാമൻ്റെ അവതാരത്തിൻ്റെ കാരണം. രാവണൻ എന്ന അസുര രാജാവ് തൻ്റെ ശക്തി കൊണ്ട് ദേവന്മാരെയും ഋഷിമാരെയും പീഡിപ്പിച്ചപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിനോട് രക്ഷക്കായി പ്രാർത്ഥിച്ചു. അപ്പോൾ മഹാവിഷ്ണു അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി ശ്രീരാമനായി അവതരിക്കാൻ തീരുമാനിച്ചു. നാലാം ഭാഗം ദശരഥ മഹാരാജാവും പുത്രകാമേഷ്ടിയാഗവും. അയോധ്യയിലെ രാജാവായ ദശരഥന് സന്താനഭാഗ്യം ഇല്ലായിരുന്നു. വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പുത്രകാമേഷ്ടിയാഗം നടത്തി. യാഗഫലമായി ലഭിച്ച പായസം ഭാര്യമാരായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർക്ക് നൽകി. അതിൻ്റെ ഫലമായി 4 പുത്രന്മാർ ജനിച്ചു. ശ്രീരാമൻ കൗസല്യയ്ക്ക്, ഭരതൻ കൈകേയിക്ക്, ലക്ഷ്മണൻ സുമിത്രയ്ക്ക്, ശത്രുഘ്നൻ സുമിത്രയ്ക്ക്. ഭാഗം 5 ആത്മീയ സന്ദേശം. ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ധർമ്മം എപ്പോഴും വിജയിക്കും. ദൈവം ധർമ്മ സംരക്ഷണത്തിനായി അവതരിക്കുന്നു. സത്യം, വിനയം, കരുണ, കടമ എന്നിവയാണ്